പേര് മറിയാമ്മ പിള്ളை. ഞാൻ ചിക്കാഗോയിൽ നിന്ന് വന്നതാണ്. കഴിഞ്ഞ പൊക്കാന പ്രസിഡൻ്റായിരുന്നു. വളരെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു നമ്മുടെ എരുമേലിയിലോ അടുത്തുള്ള പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു എയർപോർട്ട് വരിക എന്നുള്ളത്. എരുമേലിയിൽ കോടിക്കണക്കിന് അയ്യപ്പഭക്തന്മാർ ഉൾപ്പെടെ എത്തിച്ചേർന്ന സ്ഥലമാണ്. ഇവിടെ വിമാനത്താവളം വന്നാൽ നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഇത് കാരണമാകുമെന്നും മറിയാമ്മ പിള്ള പറഞ്ഞു. എരുമേലിയിൽ ഈ അയ്യപ്പന്മാരൊക്കെ വരുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. അതൊരു നമ്മുടെ സാമ്പത്തികമായ ഒരു ഉയർച്ചയ്ക്കും അവിടെ എയർപോർട്ട് വരുന്നത് സഹായകരമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രവാസി മലയാളികളായ ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാട് കുറയും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അവിടെ വരികയാണെങ്കിൽ. പ്രവാസികളായ ഞങ്ങൾക്ക് കൊച്ചിയിൽ വരെ എത്തിച്ചേരാൻ എളുപ്പമാണ്. എന്നാൽ അവിടെ നിന്ന് വീടുകളിൽ എത്തിച്ചേരുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10-30 മണിക്കൂർ യാത്ര ചെയ്ത് കൊച്ചിയിൽ വരാൻ വരെ ഈസിയാണ്. പക്ഷെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 3.5 മണിക്കൂറൂടെ പിന്നെ അവരവരുടെ വീടുകളിൽ എത്താനുള്ളതെന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഏറെ പ്രവാസികളുള്ള കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം പരിഗണിക്കുന്നു എന്നറിഞ്ഞതിൽ പ്രവാസികളായ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടെന്നും മറിയാമ്മ പിള്ള കൂട്ടിച്ചേർത്തു. മധ്യ തിരുവിതാംകൂറിലെ വിമാനത്താവളത്തിന് എല്ലാവിധ സഹായവും ചെയ്യുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. പ്രവാസികളായ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് സാഫല്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതിനുവേണ്ടി പ്രവാസികളായ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്യുകയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും ശരിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുവല്ലയിൽ ACV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മുൻ പൊക്കാന പ്രസിഡന്റ് മറിയാമ്മ പിള്ള. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.